പെട്ടെന്ന് പകച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. പിന്നെ റൂം തുറന്ന് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. കുടിക്കാൻ വെള്ളവും കൊടുത്തു. കാര്യം തിരക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. തുറന്നപ്പോൾ പോലീസായിരുന്നു. അപ്പോൾ ഇൻഫർമേഷൻ തെറ്റിയില്ല. ആരാടാ കൂടെയുള്ളത്? പോലീസുകാരൻ ബെഡിലിരിക്കുന്ന ഗൗരിയെ നോക്കിക്കൊണ്ട് വഷളതയോടെ ചോദിച്ചു. എൻ്റെ കസിനാണ്. എന്താ സർ? ധനൻ അയാളുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. കസിനും കൂടി ഇവിടെ പകട കളിക്കാൻ വന്നതാണോ? സർ, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് സ്കൂളിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് വരുന്ന വഴിയാണ്. അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയപ്പോൾ റൂം എടുത്തതാണ്. എന്നിട്ട് നീ അവളുടെ അസ്വസ്ഥത മാറ്റിക്കൊടുത്തോ? മോനെ, ഒരുപാട് അടവെടുക്കല്ലേ. നിന്നെപ്പോലെയുള്ള കുറേ എണ്ണത്തിനെ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഞാൻ. മര്യാദയ്ക്ക് അവളെയും വിളിച്ചോട്ട് കൂടെ വാ. ഇല്ലെങ്കിൽ ഇവിടം കൊണ്ടൊന്നും തീരില്ല. പറ്റില്ല. ചെയ്യാത്ത കാര്യത്തിന് ഞങ്ങളെന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നത്? ഇത് ലോഡ്ജൊന്നും അല്ലല്ലോ. ഒരാണും പെണ്ണും ഒരു മുറിയിൽ ഒന്നിച്ചിരുന്നാൽ അവിഹിതമാക്കുന്ന തന്നെ പോലെയുള്ളവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടോ, SI ധനൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചുവരിൽ ചേർത്ത് നിർത്തി. അഴിഞ്ഞാട്ടം കാണിച്ചിട്ട് പോലീസിന് നിയമം പഠിപ്പിക്കുന്നു. കോൺസ്റ്റബിൾ, ആ പെണ്ണെ വലിച്ചിറക്കിക്കൊണ്ടുവാ. 2 എണ്ണം ഇന്ന് കുറച്ച് വെള്ളം കുടിക്കട്ടെ. കുടിപ്പിക്കും ഞാൻ. ധനനെ പിടിച്ചു വലിച്ച് SI മുന്നോട്ട് നടക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു. പിന്നെ അന്ന് മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. CI പ്രവീൺ ധനൻ്റെ ഫ്രണ്ടായിരുന്നു. പ്രവീൺ ഇടപെട്ട് അവരെ പുറത്തിറക്കി. SIക്ക് പ്രവീൺ കണക്കിന് കൊടുക്കുകയും ചെയ്തു. പക്ഷേ നാട്ടിൽ മുഴുവനും ആ വാർത്ത പരന്നു. അതിനു പിന്നിലും ആര്യനായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങി നിന്ന സംഭവം എങ്ങനെ പുറത്തറിഞ്ഞുവെന്ന് ഊഹമില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തി. ഉച്ചയോടെ ധനൻ മേലിടത്തേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ വീടെത്തിയിരുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് അമ്മയായിരുന്നു. മോനെ ധന. അവരോടി വന്ന് അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവൻ്റെയും നെഞ്ചു വിങ്ങി. കണ്ണുകൾ നിറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിച്ചു. എവിടെയായിരുന്നു എൻ്റെ കുട്ടി? അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ഇറങ്ങിപ്പോവാ നീ? അമ്മയ്ക്ക് ആരുണ്ടോ മോനെ? ആ അമ്മ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അമ്മേ? സ്വന്തം മകനെ വിശ്വാസമില്ലാത്ത അച്ഛനൊപ്പം നിൽക്കണോ? ഇറങ്ങിപ്പോകാൻ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ആത്മാഭിമാനം പണയം വെച്ച് ഇവിടെ നിൽക്കണോ? ഇല്ലമ്മേ, അതിനെനിക്ക് പറ്റില്ല. മോനെ ഗൗരി. അമ്മ വേദനയോടെ അവനെ നോക്കി. കൂടെയുണ്ട്. എനിക്കൊപ്പം വിചാരണ നേരിട്ടവളല്ലേ. എല്ലാവരും കൂടി കൊന്നു തിന്നാൻ നോക്കിയത് അമ്മയും കണ്ടതല്ലേ. അതിനെ ഞാൻ ആർക്കും കൊല്ലാനും തല്ലാനും വിട്ടുകൊടുക്കില്ല. അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. ഇനി അതാ എൻ്റെ ലക്ഷ്യം. കാര്യങ്ങൾ ഇത്രയും വരെ എത്തിയില്ലേ? ഇനി എൻ്റെ മോൻ അവളെ വിവാഹം കഴിക്കണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ കരുതണേ. ഇനി അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ല കുട്ടി. അവളിപ്പോൾ നിന്റെ കൂടെ അന്തി ഉറങ്ങിയ പെണ്ണാണ്. ധനൻ പകപ്പോടെ അമ്മയെ നോക്കി. അവളെ എനിക്കങ്ങനെ കാണാൻ പറ്റില്ലമ്മേ. ഞാൻ എപ്പോഴൊക്കെയോ ദേവിയെ സ്നേഹിച്ചു പോയി. വിവാഹം അടുത്തപ്പോൾ അവളോടൊപ്പം ജീവിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി. ആ സ്ഥാനത്ത് അവളുടെ ചേച്ചിയെ ഞാൻ എങ്ങനെ കാണും? കഴിയില്ല എനിക്ക്. പിന്നെ ഞാനിപ്പോൾ കൂടെ കൂട്ടിയത് അതൊരിക്കലും എൻ്റെ ഭാര്യയാക്കാനല്ല. മറ്റുള്ളവർ അവളെ മോശം പെണ്ണായി കാണാതിരിക്കാൻ, ആരും അവളെ കല്ലെറിയാതിരിക്കാൻ, നിന്നും അവളെ രക്ഷിക്കാൻ. ധനൻ അവസാനം മുറുകിയ മുഖത്തോടെ പറഞ്ഞു. അംബിക ചേച്ചിയുടെ അടുത്താണോ നിങ്ങൾ? അവൻ അതേന്ന് തലയാട്ടി. ഞാനിപ്പോൾ വന്നത് എൻ്റെ ഡ്രസ്സും സർട്ടിഫിക്കറ്റ്സും എടുക്കാനാണ്. പിന്നെ കൃഷ്ണയുടെ സാധനങ്ങളും എടുക്കാൻ. അവൾക്ക് ജോലി ശരിയായ പിന്നെ ഡ്രസ്സൊക്കെ വേണ്ടേ? അപ്പോൾ നീ പോവാണോ? അമ്മ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു. പോണോ അമ്മ? തിരിച്ചു ചെല്ലുന്നതും കാത്ത് 2 പേര് പ്രതീക്ഷയുടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാനോ? ഞാൻ ആരുമല്ലേ നിന്റെ? അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? അവൻ കുസൃതിയോടെ ചോദിച്ചു. അവർ പകപ്പോടെ അവനെ നോക്കി. എനിക്കറിയാം അച്ഛനെ വിട്ട് അമ്മ എങ്ങോട്ടും പോയില്ലെന്ന്. ഞാൻ ഇടയ്ക്ക് വരാം. തൽക്കാലം ഞാനൊരു ജോലി കിട്ടി ദൂരേക്ക് പോയതാണെന്ന് കരുതിയിരിക്കണം എൻ്റെ വസു. അമ്മയുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ചെമ്പ്രശ്ശേരിയുടെ മുറ്റത്ത് കാലുകുത്തുമ്പോൾ ധനനുള്ളിലൊരു നൊമ്പരം തികട്ടി വന്നു. ഇഷ്ടം പിടിച്ചു വാങ്ങി ജീവന്റെ പാതിയാകാൻ ഒരുവൾ തയ്യാറെടുത്ത വീട്. അവളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നപ്പോൾ ധനൻ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ഓർത്തെടുത്തു. തന്നെ വിശ്വാസമില്ലെന്ന് തള്ളിപ്പറഞ്ഞവളെ ഇനി ഓർമ്മയിൽ പോലും സൂക്ഷിക്കാൻ വയ്യ. കൃഷ്ണ അനുഭവിച്ച കാര്യങ്ങൾ മതി ഇവിടുള്ള ഓരോരുത്തരെയും വെറുക്കാൻ. സ്വന്തം ചേച്ചിയെ ഒരുവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞിട്ട് പോലും യാതൊരു പ്രതികരണവുമില്ലാതെ അനിയത്തി, കൂടാതെ അവനും സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തുളസിത്തറയുടെ മുന്നിൽ വന്നു നിന്ന് ധനൻ നോക്കി. മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൻ ചായപ്പിലേക്ക് നോക്കി. പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ 2 ബാഗുകൾ കിടപ്പുണ്ട്. അത് പഴകിയതായിരുന്നില്ല.
ധനൻ അങ്ങോട്ട് പോയി ബാഗുകൾ തുറന്നു നോക്കി. ഒന്നിൽ ഗൗരിയുടെ വസ്ത്രങ്ങളായിരുന്നു, ഒരു ബാഗിൽ അവളുടെ വേറെ സാധനങ്ങളുമുണ്ട്. അതിലൊരു ഫയലുണ്ടായിരുന്നു, ഗൗരിയുടെ സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു. ധനന്റെ മുഖം വലിഞ്ഞു മുറുകി. ഇത്രയും വിലപ്പെട്ട രേഖകളുടെ സ്ഥാനം ചായ്പിൽ. അതോർക്കെ ചെമ്പ്രശ്ശേരിയിലെ ഓരോരുത്തരോടും അവന് വെറുപ്പ് തോന്നി. ധനൻ ബാഗൊക്കെ എടുത്ത് മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉമ്മറത്ത് തൂക്കിയിട്ടിരുന്ന മണിയടിച്ചു. 2-3 പ്രാവശ്യം മണിയടിച്ചപ്പോഴാണ് വാതിൽ തുറന്നത്. മാഷായിരുന്നു, ഗൗരിയുടെ അച്ഛൻ. ധനനെ കണ്ടപ്പോൾ അയാളുടെ നെറ്റി ചൊളിഞ്ഞു. എന്തു വേണം? അയാൾ അവനെ നോക്കി താല്പര്യമില്ലാതെ ചോദിച്ചു. കൃഷ്ണയുടെ സ്ഥാനം ഇത്രയുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അവളുടെ വിലപ്പെട്ട രേഖകൾ പോലും ആ വേസ്റ്റ് സാധനങ്ങളുടെ കൂടെ കൊണ്ടുപോയി നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നി? അവിടെ കൊണ്ടുപോയിട്ടത് എൻ്റെ മര്യാദ. യഥാർത്ഥത്തിൽ കത്തിച്ച് കളയുകയായിരുന്നു എഴുതിയിരുന്നത്. കുടുംബത്തിൻ്റെ അന്തസ്സ് കളഞ്ഞു കുളിച്ചവളുടെ സ്ഥാനം പടിക്ക് പുറത്താ. ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്, പടിയടച്ച് പിണ്ടം വെക്കൽ. ദേവിയുടെ വിവാഹം കഴിഞ്ഞ് ഉടനെ ഞാൻ ആ കർമ്മം നടത്തും. മാഷു വെറുപ്പോടെ പറഞ്ഞപ്പോൾ ധനൻ എരിയുന്ന കണ്ണുകളോടെ അയാളെ നോക്കി. താനൊരു മനുഷ്യനാണോ? ഒരു അച്ഛനാണോ? വർഷങ്ങളോളം മകളെ ഒരുത്തൻ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെ തിന്നില്ല താൻ. ശരിക്കും അവൾ തനിക്ക് ജനിച്ച മകളാണോ? നിർത്ത്, അധിക പ്രസംഗം പറയേണ്ട നീ. പുതിയ കള്ളക്കഥയുമായി ഇറങ്ങിയതാണോ? അവരുടെ വിവാഹം പണ്ടേ ഉറപ്പിച്ചതാണ്. അവൻ്റെ ഇഷ്ടം അവൻ അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാനേ അറിയൂ. പക്ഷേ അവളുടെ മനസ്സിൽ നീയായിരുന്നതുകൊണ്ട് ആരിനെതിരെ അവൾ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി. ഒരവസരം ഒത്തു കിട്ടിയപ്പോൾ നിന്നെ സ്വന്തമാക്കുകയും ചെയ്തു. ധനന് പെരുവരിൽ മുതൽ ഉച്ചി വരെ തരിച്ചു കയറി. അമ്മാവനെന്ന് വിളിച്ച് നാവുകൊണ്ട് എന്നെ വേറെ വിളിപ്പിക്കരുത്. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മകളെക്കാളും വിശ്വാസം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരുത്തനെയാണ്. തെറ്റ് ചെയ്യാത്തിടത്തോളം തനിക്കൊക്കെ വിശദീകരണം നൽകേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഒന്നോർത്തു, താൻ ആ പെണ്ണിൻ്റെ കണ്ണീര് ശാപവും ഒരിക്കലും ഈ തറവാട്ടിൽ നിന്നും ആയില്ല. അവൾക്ക് ഞാൻ ആരായിരുന്നെന്നും എന്തായിരുന്നുവെന്നും നല്ല ബോധ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഓരോരുത്തരും കണക്ക് പറയുന്ന ദിവസം വരും. അപ്പോഴേക്കും അകത്തുനിന്നും ദേവിയും കാർത്തികയും വന്നു. ധനൻ ദേവിയെ നോക്കി. അവൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ദേവി അവനെ നോക്കി തറഞ്ഞു നിന്നു. ധനൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. നിന്നോട് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടം തോന്നിയതുകൊണ്ട് പറയുകയാണ്. ആര്യനുമായുള്ള വിവാഹത്തിന് നീ ഒരിക്കലും സമ്മതിക്കരുത്. അവനെപ്പോലൊരുത്തൻ്റെ താലി കഴുത്തിൽ വീഴുന്നതും കൊലക്കയർ മുറുകുന്നതും ഒരുപോലെയാണ്. നിന്റെ ചേച്ചിയില്ലേ ഗൗരി, അവൾ പറഞ്ഞതൊക്കെ ഒരിക്കലെങ്കിലും നീ കേട്ടിരുന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ പോലും അവൾ ശ്രമിക്കില്ലായിരുന്നു. അടുത്ത നാടകവുമായി വന്നതാണോ? 2 വള്ളത്തിൽ കാല് വെക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. എല്ലാം എനിക്കറിയാം. നിങ്ങളെക്കാൾ ബാധ്യമാണ് ആര്യൻ ചേട്ടൻ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നതേ അനുസരിക്കൂ. ദേവി പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ധനൻ അവളെ നോക്കി. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമെന്നൊരു ചൊല്ലുണ്ട്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അനുഭവിച്ച് തന്നെ തീർക്ക്. നീ ഒന്നും ഓർത്തു വെച്ചോ, എല്ലാവരും കൂടി ഒരു തെരുവ് പട്ടിയെ പോലെ തല്ലിയിറക്കിയ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ കണ്ണീര് ശാപവും ഒന്നും ഒരിക്കലും നിൻ്റെയൊക്കെ തലയ്ക്ക് മുകളിൽ നിന്ന് പോകില്ല. ആരാണോ അവളെ ചതിച്ചത്, എന്നെ ചതിച്ചത്, അവൻ മൂലം തന്നെ ഈ കുടുംബത്തിൻ്റെ അസ്ഥിവാരം ഇളകും. ധനൻ മുണ്ടുമടക്കി കുത്തി ഗൗരിയുടെ ബാഗുകളെടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് കാർ തിരിച്ചുപോയി. അവൻ പോയതും അടക്കി പിടിച്ച തേങ്ങൽ ചീളുകൾ ദേവിയിൽ നിന്നും പുറത്തേക്ക് വീണു. ചേച്ചിയെ പോലെ അനുസരണക്കേട് കാണിക്കാനാണ് ഭാവമെങ്കിൽ ഈ ഇറയത്ത് തൂങ്ങിയാടുന്ന 2 ശരീരങ്ങൾ കാണും നീ. കാർത്തിക അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, ചേച്ചിയും ധനേട്ടനും ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ധനേട്ടൻ്റെ സ്ഥാനത്ത് ആരിനെ എനിക്ക് കാണാൻ കഴിയില്ല. അയാൾ ശരിയല്ല അമ്മേ. ഞാൻ എത്രയോ തവണ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും കേൾക്കാൻ കൂട്ടാക്കിയോ? ദേവി നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. കാർത്തിക അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മക്കളായാലും ഭർത്താവായാലും അനുസരണക്കേട് കാണിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. ഇതുവരെയും ഞാൻ പറഞ്ഞതുപോലെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളെങ്കിൽ ഇനി മുന്നോട്ടും അങ്ങനെ മതി. മാഷിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയി. അയാൾ നിസ്സഹായനായി ഉമ്മറത്തിരുന്നു. അച്ഛാ, ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പഠിക്കാം. ആഗ്രഹിച്ച ജീവിതവും പെണ്ണും നഷ്ടപ്പെട്ട വേദന അച്ഛന് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള എൻ്റെ മാനസികാവസ്ഥ അച്ഛനറിയില്ലേ? ഇവിടുന്ന് ശവിച്ചിട്ടിറങ്ങിപ്പോയ ആ മനുഷ്യനെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അച്ഛൻ ഒന്നോർത്തോ, ആരിനെ പോലെ ഒരുവൻ്റെ ഭാര്യയാകുന്നതിനേക്കാൾ നല്ലത് മരണം വരിക്കുന്നതാണ്. അതുതന്നെ ചെയ്യും ഞാൻ. ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ ചുമലിൽ ചാഞ്ഞു. അയാളുടെ മനസ്സിൽ അപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ മുഖം ഓർമ്മ വന്നു. ഉണ്ടക്കണ്ണുകളിൽ കട്ടിക്ക് കരിമിഷി എഴുതി നീണ്ട മുടി വിടർത്തി അതിൽ തുളസിക്കതിർ ചൂടിയ മേലേടത്തെ അംബിക എന്ന തൻ്റെ അമ്മൂട്ടിയെ ആഗ്രഹിച്ച് മോഹിച്ച് കാത്തിരുന്ന് വിവാഹദിനത്തിൽ അവൾ ഒളിച്ചോടിപ്പോയെന്ന വാർത്തയിൽ തളർന്നുപോയി താൻ.
ഒടുവിൽ കുടുംബത്തിൻ്റെ അഭിമാനം രക്ഷിക്കാൻ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളായ കാർത്തികയെ തന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അമ്മൂട്ടിയുടെ ഉറ്റുകൂട്ടുകാരിയായ കാർത്തിക തൻ്റെ ഭാര്യയായി മാറി. അന്നു മുതൽ നഷ്ടപ്പെട്ടതാണ് തൻ്റെ സ്വസ്ഥതയും സമാധാനവും. മക്കളെ തന്നിൽ നിന്നും അകറ്റി നിർത്തി. തന്നെ മറ്റുള്ളവർക്ക് മുൻപിൽ കർക്കശക്കാരനായ മാർഷാക്കി. ഇന്നിതാ ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മകളെ ആട്ടിപ്പായിച്ചു എന്നിലൂടെ. ആരിനവളെ തല്ലുന്നത് കണ്ടിട്ട് പോലും പ്രതികരിക്കാനാകാത്ത ഒരച്ഛൻ ഇപ്പോൾ ഇളയ മകളുടെ കണ്ണീരുകൂടി കാണാൻ പോകുന്നു. പാടില്ല, ഇനി ഒന്നും തൻ്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല. ധനനു മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ദേവി അവനെ വെറുത്തിട്ടില്ലെന്നും അവിശ്വസിച്ചിട്ടില്ലെന്നും അറിയിക്കണം. ഗൗരി തൻ്റെ മോളിപ്പോൾ എവിടെയാണെന്ന് അറിയണം. അയാൾ ധൃതിയിൽ അകത്തേക്ക് പോയി സ്കൂട്ടറിൻ്റെ ചാവിയുമായി വന്നു. വേഗം ഓടിച്ചു പോവുകയും ചെയ്തു. അയാളുടെ ഊഹം തെറ്റിയില്ല. ആൽത്തറയോട് തന്നെ ചേർത്തിട്ടിരിക്കുന്ന ധനൻ്റെ കാറ് കണ്ടു. അവൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ആൽബിനോടും വരുണിനോടും സംസാരിച്ചിരിക്കുന്നുണ്ടവൻ. മാഷ് ധൃതിയിൽ വണ്ടി നിർത്തി അവൻ്റെ അടുത്തേക്ക് വന്നു. ധനൻ കണ്ണുകൾ ചുരുക്കി അയാളെ നോക്കി. ധന, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നോടുള്ള ദേഷ്യം കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ച് നീ വരണം. വന്നില്ലെങ്കിൽ, എന്നെ കേട്ടില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കിനി ഒന്നും ഒരിക്കലും നിന്നോട് പറയാൻ കഴിഞ്ഞത് വരില്ല. അയാൾ നെറ്റിയിലെ വിയർപ്പ് തൂവാല കൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ വരാം. ധനൻ അയാളെ കാറിൽ കയറ്റി പാടവരമ്പിലേക്ക് പോയി. എന്താ സംസാരിക്കാനുള്ളത്? ധനൻ താല്പര്യമില്ലാതെ അയാളെ നോക്കി ചോദിച്ചു. നീ കരുതുന്നത് പോലെ ഒന്നുമല്ല ധന കാര്യങ്ങൾ. നിന്നെയോ എൻ്റെ മോളെയോ ഞാനോ ദേവിയോ ഒരിക്കലും അവിശ്വസിച്ചിട്ടില്ല മോനെ. എന്നും മറ്റുള്ളവരുടെ ചരട് വരിക്കത്ത് ആടുന്ന പാവം മാത്രമായിരുന്നു ഞാൻ. ധനൻ മുഖം ചുളിച്ച് മാഷിനെ നോക്കി. കുറച്ച് വർഷങ്ങൾ മുൻപാണ് ചതിയുടെ വലിയൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. മോൻ്റെ അപ്പച്ചി അംബിക ഒളിച്ചോടിപ്പോയതല്ല. കല്യാണത്തിൻ്റെ അന്ന് ആരോ വിവാഹം മുടക്കാൻ പിടിച്ചു വെച്ചതാണ്. ധനൻ ഭാവഭേദമില്ലാതെ മാഷിനെ നോക്കി. അതൊക്കെ എനിക്കറിയാം. ആരാണതിൻ്റെ പിന്നിലെന്ന് മോനറിയോ? മറ്റാരുമല്ല, എൻ്റെ ഭാര്യയും അവളുടെ അച്ഛനുമാണ്. ഉറ്റ കൂട്ടുകാരിയെ ചതിച്ച് സ്വന്തം പ്രണയം സ്വന്തമാക്കിയവൾ. മാഷ് പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ധനൻ പകപ്പോടെ നോക്കി. അമ്മാവൻ എന്താ പറഞ്ഞത്? കാർത്തിക അമ്മായിയാണോ അപ്പച്ചിയെ ചതിച്ചത്? എന്തിനു വേണ്ടി? ധനൻ പകപ്പോടെ ചോദിച്ചു. എനിക്ക് വേണ്ടി. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. പ്രണയിച്ചവനെ ഉറ്റ കൂട്ടുകാരി സ്വന്തമാക്കാൻ പോകുന്നതറിഞ്ഞ് അവളും അച്ഛനും കൂടി ചേർന്ന് നടത്തിയ നാടകമായിരുന്നു. തറവാട്ടമ്പലത്തിൽ കാർത്തികയ്ക്കൊപ്പം തൊഴാൻ പോയ മോൻ്റെ അപ്പച്ചിയെ അവളുടെ അച്ഛൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്നിട്ട് ആ വിവരം കല്യാണപ്പന്തലിൽ വന്ന് കരഞ്ഞു പറഞ്ഞതും കാർത്തിക. പക്ഷേ ഒരു തിരുത്തുണ്ടായിരുന്നു, അമ്പിയെ കാമുകനൊപ്പം പോയെന്ന്. ഒടുവിൽ തറവാടിൻ്റെ മാൻ രക്ഷിക്കാൻ സുഹൃത്തിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ അച്ഛൻ്റെ ആജ്ഞ. ഒരെതിർപ്പും പറയാതെ അവൾ എൻ്റെ ഭാര്യയായി. പക്ഷേ വർഷങ്ങൾ വേണ്ടി വന്നു സത്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയാൻ. മാഷ് കണ്ണട മാറ്റി കണ്ണു തുടച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെന്തിനാ കൃഷ്ണയെ എല്ലാവരും ഒഴിവാക്കി നിർത്തിയത്? അവളോട് ഒരിക്കലും നിങ്ങളാരും സ്നേഹത്തോടെ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആരിൽ നിന്നും അവൾ അനുഭവിച്ചതിനൊന്നും പകരാവില്ല. പലവട്ടം പറഞ്ഞു തരുന്നില്ലേ അവൻ ശരിയല്ലെന്ന്. ഇന്ന് അവളും ഞാനും ഈ അവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ കാരണം പോലും ആര്യനാണ്. ധനൻ ദേഷ്യത്തിൽ പറഞ്ഞു. അറിയാം, കാണുന്നത് പോലെ അല്ല മോനെ കാർത്തിക. സർപ്പമാണവൾ, വിഷം തുപ്പുന്ന സർപ്പം. അവളെ ഭയമാണ് എനിക്ക്. അറിയാം ഞാൻ പരാജയപ്പെട്ടൊരു അച്ഛനാണെന്ന്. ഞാനിപ്പോൾ വന്നത് മോനോട് അപേക്ഷിക്കാൻ വേണ്ടിയാ. അമ്മയെ ഭയന്നിട്ടും ചുട്ടുപഴുപ്പിച്ച് ചട്ടുകത്തിൻ്റെ പൊള്ളൽ ഭയന്നിട്ടുമാണ് ദേവി നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. മോൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ചങ്ക് തകർന്ന് കരുന്ന എൻ്റെ മോളുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. ദേവിക്ക് ഒരിക്കലും മോനെ മറന്നു മറ്റൊരു ജീവിതമില്ല. ആ നരകത്തിൽ നിന്ന് എൻ്റെ കുട്ടിയെ രക്ഷിക്കണം. ഗൗരി സുരക്ഷിതയായതുപോലെ. ആ അച്ഛൻ കൈകൂപ്പി അവൻ്റെ കാൽക്കൽ വീണപ്പോൾ ധനൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ദേവിക്ക് എൻ്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൾ ഇറങ്ങി വരും. അല്ലെങ്കിൽ എന്നെ മറന്നേക്കാൻ പറഞ്ഞോളൂ. ഉറച്ച സ്വരത്തിൽ ധനൻ പറഞ്ഞപ്പോൾ മാഷ് അവനെ നോക്കി കണ്ണീരോടെ കൈകൂപ്പി. സന്ധ്യ മയങ്ങുന്നതുവരെ ധനൻ കലുങ്കിൽ കാത്തിരുന്നു. ഇതിനിടയിൽ അംബികയെ അവനെ വിളിച്ചു. ഗൗരിക്ക് പനി കൂടുതലാണെന്ന് പറഞ്ഞു. 6 മണിയാകാറായിട്ടും ദേവിയെ കാണാത്തതുകൊണ്ട് ഒരു നെടുവീർപ്പോടെ ധനൻ കാറിൽ കയറി. എന്നാൽ സ്റ്റാർട്ടാക്കും മുൻപേ കണ്ടു പാടവരമ്പിലൂടെ ബാഗിൽ മുറുക്കി പിടിച്ച് ഓടിപ്പാഞ്ഞു വരുന്നവളെ. അവൻ്റെ കണ്ണൊന്നു പിടഞ്ഞു. ധനൻ വേഗം കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് വാ,
അമ്പലത്തിൽ പോകാൻ ആരൊക്കെയോ വരുന്നത് കണ്ട് ധനൻ ദേവിയെ പിടിച്ച് കാറിനുള്ളിൽ കയറ്റി. ധനൻ വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് കാർ സ്റ്റാർട്ടാക്കി. ദേവി വിതുമ്പുന്നത് കണ്ട് ധനൻ അവളെ നോക്കി. മാപ്പ്, ഞാൻ. ദേവി കൈകൂപ്പി പൊട്ടിക്കരഞ്ഞപ്പോൾ ധനൻ കാർ സൈഡിലൊതുക്കി അവളെ നോക്കി. അറിയാം, അമ്മാവനെല്ലാം പറഞ്ഞു. എപ്പോഴൊക്കെയോ നിന്നെ തിരികെ ഞാനും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നീ എന്നെ അവിശ്വസിച്ചപ്പോൾ വെറുക്കാനാണ് ശ്രമിച്ചത്. ധനേട്ടൻ വന്ന അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അച്ഛനും വിഷം കൊടുത്ത് അമ്മയും ജീവൻ ഒടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എൻ്റെ ചേച്ചിയെപ്പോലും എനിക്കൊന്ന് ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ല. ആ ദുഷ്ടം തല്ലിച്ചതച്ചിട്ടും എതിർക്കാനാവാതെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എൻ്റെ ചേച്ചി ഒരു പാവമാണ്. ധനേട്ടനെ ഒരിക്കലും മറ്റൊരർത്ഥത്തിൽ ചേച്ചി കണ്ടിട്ടില്ല, കാണുകയുമില്ല. അങ്ങനെയുള്ള ചേച്ചിയെ ഞാൻ. ദേവി വിതുമ്പിയപ്പോൾ ധനൻ അവളെ ചേർത്ത് പിടിച്ചു. ഇനി ഗൗരിക്ക് തണലാവേണ്ടത് നീയാണ് ദേവി. എൻ്റെ ചേച്ചി എവിടെയുണ്ട്? ധനേട്ടൻ ഒരിക്കലും ചേച്ചിയെ വഴിയിൽ ഉപേക്ഷിക്കുന്ന അറിയാം. അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ധനൻ അതും പറഞ്ഞ് കാർ സ്റ്റാർട്ടാക്കി. പനിച്ചു വിറയ്ക്കുന്ന ഗൗരിയെ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അംബിക. നെറ്റിയിൽ തുണി നനച്ചിട്ടിട്ടും കുറവ് വന്നില്ല. മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടാണ് അംബിക എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നത്. ആദ്യം ധനൻ കാറിൽ നിന്നിറങ്ങി മടിച്ചിരിക്കുന്ന ദേവിയെ ഡോറ് തുറന്ന് പുറത്തിറക്കി. അംബിക രണ്ടുപേരെയും പകപ്പോടെ നോക്കി. ദേവി അപരിചിത്വത്തിൽ തലകുനിച്ചു നിന്നു. അമ്മൂട്ടിയെ, ഒരു വിളക്കെടുത്തിട്ട് വായോ, എന്നിട്ട് മരുമകളെ അകത്തേക്ക് കയറ്റിയാലും. അംബിക അവനെ കൂർപ്പിച്ചു നോക്കിയിട്ട് ദേവിയെ നോക്കി. അവൾ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. ഒരു കൈ ധനനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഞാൻ വിളക്ക് തന്ന് കയറ്റാം. തൽക്കാലം രണ്ടുപേരും കയറി വാ. ഗൗരിക്ക് നല്ല പനിയുണ്ട്. അംബിക പറഞ്ഞപ്പോൾ ആദ്യം ഓടിക്കേറിയത് ദേവിയായിരുന്നു. ഇതെന്താ സംഭവം കണ്ണാ? എൻ്റെ അമ്മുക്കുട്ടി, അകത്തേക്ക് വാ, ഞാൻ എല്ലാം പറയാം. വാടിക്കുഴഞ്ഞു കിടക്കുന്ന ഗൗരിയുടെ കാൽക്കലിരുന്ന് ദേവി പൊട്ടിക്കരഞ്ഞു. കാലുകൾ പോലും ചുട്ടു പൊള്ളുന്നുണ്ട്. ധനേട്ട, ചേച്ചി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, ദേവി മുഖമമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ധനൻ ഗൗരിയെ കൈകളിലെടുത്തുകൊണ്ട് കാറിലിരുത്തി. കൂടെ ദേവിയും കയറിയിരുന്നു. അവിടെ എത്തിയിട്ട് വിളിക്കണേ, അംബിക അവനോട് പറഞ്ഞു. അവൻ തലയാട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ട്രിപ്പ് തീർന്നപ്പോൾ ഗൗരി കണ്ണു തുറന്നു. അരികിൽ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ദേവിയെ ആദ്യം കണ്ടപ്പോൾ അവളൊന്ന് പകച്ചു. പിന്നീട് കണ്ണുകൾ നിറയാൻ തുടങ്ങി. ദേവി എണ്ണീറ്റ് അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്ത് അവളുടെ മാറിൽ മുഖം അമർത്തി. സോറി ചേച്ചി, ഞാനൊന്നും മനഃപൂർവ്വമല്ല. എൻ്റെ ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അറിഞ്ഞുകൊണ്ടാണ് വേദനിപ്പിക്കേണ്ടി വന്നത്. ദേവി പൊട്ടിക്കരഞ്ഞപ്പോൾ ഗൗരി ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ധനൻ ബ്രെഡും ചായയുമായി കയറി വന്നപ്പോൾ രണ്ടുപേരുടെയും കരച്ചിലാണ് കണ്ടത്. അത് ശരി, പനി പിടിച്ച് കിടക്കുന്ന ആളിനെ കൂടുതൽ കരയിക്കാനാണോ നീ കൂടെ വന്നത്? ധനൻ പറഞ്ഞപ്പോൾ ദേവി അവളിൽ നിന്നും അകന്നു മാറി. ദേവി ഗൗരിയെ ബെഡിൽ നേരെ ഇരുത്തി. അപ്പുറത്ത് ബെഡിലൊക്കെ രണ്ടുപേർ കൂടി കിടക്കുന്നുണ്ട്. മോളെ, നീ എങ്ങനെ? ഗൗരി അവളെ നോക്കി ചോദിച്ചു. ഒളിച്ചോടി വന്നതാ തൻ്റെ അനിയത്തി എനിക്കൊപ്പം, ധനൻ കളിയായി പറഞ്ഞപ്പോൾ ദേവി ജാള്യതയോടെ തലകുനിച്ചു. ഗൗരി ചെറുചിരിയോടെ അവളെ നോക്കി. എനിക്കറിയായിരുന്നു മോളെ, നിനക്കൊരിക്കലും ധനേട്ടനെ മറക്കാനോ തള്ളിക്കളയാനോ കഴിയില്ലെന്ന്. അമ്മ പറഞ്ഞു കാണുമല്ലേ അങ്ങനെയൊക്കെ നിന്നോട് പറയാൻ? ദേവി തലയാട്ടി അവളെ നോക്കി. ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായും അവസരനെ കൊണ്ട് അമ്മേനെ കെട്ടിച്ചേന് ചേച്ചി. പക്ഷേ അയാൾ പിന്നീട് വീട്ടിലേക്ക് വന്നിട്ടില്ല. അമ്മായിയുടെ കുത്തുവാക്കും പരിഹാസവും ഒരറ്റത്ത്, അച്ഛൻ്റെ മൗനവും അമ്മയുടെ ആജ്ഞാനുവർത്തി നിൽക്കലും എല്ലാം കൂടി 2 ദിവസം ഞാൻ ഭ്രാന്തെടുത്ത് നിൽക്കുകയായിരുന്നു. ചേച്ചിയുടെ സാധനങ്ങൾ അമ്മ വാരി കത്തിക്കാൻ ഒരുങ്ങിയപ്പോൾ അച്ഛനും ഞാനും കൂടി അമ്മ കാണാതെ എടുത്ത് ചായപ്പി വെച്ചു. ദേവി പറഞ്ഞത് കേൾക്കെ ഗൗരി വിങ്ങലോടെ അവളെ നോക്കി. ധനന് അവളെ കണ്ട് സഹതാപം.